ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 19 തിയേറ്ററുകളിലും OTT-യിലുമായിട്ട് റിലീസ് ചെയ്ത വിവിധ സിനിമാ സീരീസുകളുടെ അഭിപ്രായ റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഇടിയൻ ചന്തു എന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനെത്തിയ സിനിമയുടെ റിപ്പോർട്ടാണ്. പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മാസ് എന്റർടൈനർ സിനിമ ഇടിയൻ ചന്തു എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല പ്രതീക്ഷിച്ചതുപോലെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയ്ക്ക് ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ആദ്യ പകുതിക്കെല്ലാം തന്നെ ഡീസന്റ് അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുത്തതാണ്. എന്നാൽ രണ്ടാം പകുതി താഴെ പോയതോടുകൂടി സിനിമ ആകെ മൊത്തത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു വിദേശ സിനിമയാണ് സ്റ്റോം ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ട്വിസ്റ്റേഴ്സ്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന മറ്റൊരു വിദേശ സിനിമയായിട്ട് ട്വിസ്റ്റേഴ്സ് മാറുകയാണ്. ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ സിനിമ ലഭ്യമാണ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മൂന്നാമത്തെ സിനിമ ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തിയ ബാഡ് ന്യൂസ് ആണ്. ഗുഡ് ന്യൂസ് എന്ന 2019 റിലീസ് ചെയ്ത അക്ഷയ് കുമാർ സിനിമയുടെ മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ബാഡ് ന്യൂസ്. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്കും പ്രതീക്ഷിച്ച പോലെ ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ബാഡ് ന്യൂസ് ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. അഭിനേതാക്കളുടെ പ്രകടനമെല്ലാം തന്നെ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. ഇന്ന് മലയാളത്തിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ സീരീസ് ആണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. പേരിലൂർ പ്രീമിയർ ലീഗിന് ശേഷം OTT റിലീസ് ചെയ്ത ഹോട്ട്സ്റ്റാറിന്റെ ഏറ്റവും പുതിയ മലയാളം സീരീസിന് 6 എപ്പിസോഡുകളാണ് ആദ്യ സീസണിലുള്ളത്. ആകെ മൊത്തം 3 മണിക്കൂറിലധികം ദൈർഘ്യം. ഒരു എപ്പിസോഡിന് ഏകദേശം 30 മിനിറ്റ് ആവറേജ് ഡ്യൂറേഷനുമുണ്ട്. 7 ഭാഷകളിൽ റിലീസ് ചെയ്ത സുരാജ് വെഞ്ഞാറമൂടിന്റെ ഫാമിലി എന്റർടൈനർ സീരീസിന്റെ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സീരീസിനൊരു ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തുടക്കവും അവസാനവും സർപ്രൈസുകളോടെ മികച്ചു നിൽക്കുന്ന സീരീസ് ടൈം പാസ് സീരീസ് ആണ് എന്നും സമയമുള്ളവർക്ക് ഉറപ്പായിട്ടും കാണാവുന്ന സീരീസ് ആയിട്ട് സുരാജിന്റെ ആദ്യ ഡയറക്റ്റ് OTT സീരീസ് മാറുന്നു എന്നാണ് അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ PPL ശേഷം വീണ്ടും ഒരു ഹോട്ട്സ്റ്റാർ സീരീസ് മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. ആകെ മാസ്റ്റർ പീസ് മാത്രമായിരുന്നു ഹോട്ട്സ്റ്റാറിന്റെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ റിലീസ് ചെയ്ത സീരീസുകളിൽ വളരെ മോശം അഭിപ്രായങ്ങൾ നേടിയെടുത്തത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാം.